സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും തീവ്രമായ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അവസാനമാവുകയാണ്. ജനമനസ് തങ്ങൾക്ക് അനുകൂലമെന്ന് അവകാശപ്പെടുമ്പോഴും തികച്ചും ആശങ്കയിലാണ് മൂന്ന് മുന്നണികളും എന്നതും ഈ തെരഞ്ഞെടുപ്പിന്റെ സവിശേഷതയാണ്. മൂന്ന് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഇത് ജീവൻ മരണ പോരാട്ടവുമാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലുണ്ടായ ഒട്ടും പ്രതീക്ഷിക്കാത്ത തിരിച്ചടി മറികടക്കാൻ വികസനം എന്ന ഒറ്റ അജണ്ടയിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ കൊണ്ടുകെട്ടാനായിരുന്നു പ്രചാരണത്തിന്റെ തുടക്കത്തിൽ LDFന്റെ ശ്രമം. മുഖ്യമന്ത്രി പിണറായി വിജയനെ വികസന നായകനും UDFനെ വികസന വിരുദ്ധരും പിടിപ്പുകെട്ടവരുമായി ചിത്രീകരിച്ചുള്ള പ്രചണ്ഡമായ പ്രചാരണത്തിൽ UDF ഒന്ന് പകച്ചുവെന്ന് തോന്നിപ്പിച്ചു. എന്നാൽ പതിവില്ലാത്ത വിധം CPMൽ നിന്ന് നേതാക്കൾ രാജിവെച്ച് UDF സ്ഥാനാർത്ഥികളായത് ഇടതുമുന്നണിയെ പെട്ടെന്ന് തന്നെ പ്രതിരോധത്തിലാക്കി. ഒപ്പം CPM BJP ഡീൽ എന്ന ആരോപണം കൂടി ഉയർന്നതോടെ പ്രചരണം രാഷ്ട്രീയത്തിലേക്ക് പൂർണ്ണമായി വഴിമാറി. ഏറ്റവും ഒടുവിൽ SDPI ബന്ധം കൂടിയായതോടെ വികസനവാദവുമായി തുടക്കത്തിൽ കളത്തിൽ മുന്നേറിയ LDF പൂർണ്ണമായും പ്രതിരോധത്തിലായെന്ന് UDF കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നു. ഏറ്റവും ഒടുവിലായി മുഖ്യമന്ത്രി പിണറായി വിജയൻ BJP കേന്ദ്ര നേതൃത്വവുമായി രഹസ്യ ചർച്ച നടത്തി എന്ന ആരോപണവും UDF മുന്നോട്ട് വയ്ക്കുന്നു. ഭരണ തുടർച്ചയ്ക്കായി ഇടതുമുന്നണി പ്രത്യേകിച്ച് CPM രാഷ്ട്രീയ ധാർമ്മികത ഉപേക്ഷിച്ചുവെന്നതാണ് UDFന്റെ പ്രധാന പ്രചാരണായുധം. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കേരളം ഭരിച്ചു മുടിച്ച ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനവികാരം വളരെ വലിയ തോതിൽ ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിൽ കാണുകയാണ്. അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് നടക്കുന്നത്. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് അഴിമതി തന്നെയാണ്. ജനങ്ങൾ അഴിമതിക്കെതിരാണ്, സ്വർണ്ണക്കൊള്ളയ്ക്കെതിരാണ്. ഇതെല്ലാം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. വിലക്കയറ്റം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. 10 വർഷത്തെ ഭരണപരാജയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിലെ വികസന മുരടിപ്പ് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിനൊരു അറുതി വരുത്തണം എന്നുള്ള അതിയായ താല്പര്യത്തിലാണ് വോട്ടർമാർ. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ച ജനവികാരം മറികടക്കാൻ 10 വർഷ ഭരണത്തിലെ വികസനവും ക്ഷേമവും മതിയാകുമെന്ന ആത്മവിശ്വാസം LDF കൈവിട്ടിട്ടില്ല. പ്രചാരണത്തിന്റെ കുന്തമുന വികസനം തന്നെ. ജനങ്ങൾ അവിടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടല്ലേ ഗവൺമെൻറ് കിടന്നത്. കറണ്ട് കെട്ടുണ്ടോ? KSRTC ലാഭമായില്ലേ? പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭമായില്ലേ? നല്ല വഴി ഉണ്ടായില്ലേ? നല്ല പാലം ഉണ്ടായില്ലേ? നല്ല റോഡുണ്ടായില്ലേ? നല്ല ബൈപ്പാസ് ഉണ്ടായില്ലേ? പിന്നെ എന്ത് ഭരണവിരുദ്ധ വികാരം? ഏതെങ്കിലും ഒരാൾ ഭരണവിരുദ്ധ വികാരം പ്രകടിപ്പിച്ചിട്ടുണ്ടോ? ഈ ചാനലുകാരെല്ലാം പോയി മൈക്കുമായിട്ട് പോകുന്നുണ്ടല്ലോ. ആരെങ്കിലും പറയുന്നുണ്ടോ? എവിടെയെങ്കിലും നമ്മൾ കേട്ടോ? ഏറ്റവും മികച്ച ഗവൺമെൻറ് എന്നല്ലേ എല്ലാവരും പറയണത്. ചിലപ്പോൾ അവർ രാഷ്ട്രീയമായിട്ട് ചിലപ്പം വ്യത്യസ്ത മേഖലപ്പെട്ടവരായിരിക്കും. പക്ഷെ അവർ പറയുന്നില്ലേ, ഗവൺമെൻറ്റിനെ കുറിച്ചൊന്നും പറയാനില്ല. അതുകൊണ്ട് ഒരാശങ്കയുടെയും കാര്യമില്ല. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തുടരും എന്നതാണ് പൊതുവിലുള്ള അനുഭവം. കോട്ടയം ജില്ലയിലും വളരെ മെച്ചപ്പെട്ട ഒരു വിജയമുണ്ടാവും. ഇരു മുന്നണികൾക്കുമിടയിൽ തങ്ങളുടെ ഇടം കണ്ടെത്താൻ പാടുപെടുന്ന BJP ഒടുവിൽ ശബരിമല സ്വർണ്ണക്കൊള്ള പ്രചാരണ വിഷയമായി ഉയർത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇരു മുന്നണികൾക്കുമെതിരായി വിഷയം ഉന്നയിച്ചു. വിരുദ്ധ വികാരം അതിരൂക്ഷമായി കേരളത്തിലുണ്ട്. കാരണം കേരളത്തിലെ പൊതുസമൂഹം ഈ പിണറായി ഗവൺമെൻറ്റിനെ എങ്ങനെയെങ്കിലും അടിച്ചറക്കണം എന്നുള്ള ഒരു വികാരം. കാരണം 10 വർഷം കൊണ്ട് ഇവർ ചെയ്തു കൂട്ടിയിരിക്കുന്ന നിരവധി ദ്രോഹങ്ങൾ, ആ ദ്രോഹങ്ങൾക്ക് ജനം എണ്ണി മറുപടി ചോദിക്കും. അങ്ങനെ മറുപടി ചോദിക്കുമ്പോൾ ഏതാണ്ട് 30-ലേറെ മണ്ഡലങ്ങളിൽ അതിൻ്റെ ബെനിഫിറ്റ് NDA നേടിയെടുക്കാനായിട്ടുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വികാരങ്ങൾ ഇപ്പോൾ പാലക്കാടാണെങ്കിലും നേമത്താണെങ്കിലും ഒക്കെ തന്നെ ഈ ആറന്മുള അടക്കമുള്ള മണ്ഡലങ്ങളിൽ അതിൻ്റെ ഗുണം ഇന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് കൈവരും എന്നുള്ളതാണ്. ഞങ്ങളും ശക്തമായിട്ട് ഈ പിണറായിയെ ഇറക്കുക എന്നുള്ള പിണറായിയുടെ ധാർഷ്ട്യത്തിനെതിരായിട്ടുള്ള ക്യാമ്പയിനാണ് ഞങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം വീറും വാശിയും നിറഞ്ഞ പോരാട്ടത്തിനൊടുവിലും ജനഹിതത്തിൽ തികഞ്ഞ ആശങ്കയിലാണ് മുന്നണി നേതൃത്വങ്ങൾ. വ്യത്യസ്ത കാരണങ്ങളാലെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് മൂന്ന് മുന്നണികൾക്കും നിലനിൽപ്പിന്റെ പ്രശ്നവുമാണ്. അതിനാൽ ആശങ്കയും അനിശ്ചിതത്വവും ആവനാഴിയിലെ അവസാനത്തെ അമ്പുമെടുത്ത് പ്രയോഗിക്കാൻ അവരെ നിർബന്ധിതരാക്കുന്നു. ന്യൂസ് ഡെസ്ക് പൊൻകുന്നം.